അങ്ങനെ ഇപ്പോൾ താൻ സൂപ്പർ വില്ലന്മാരുടെ മൈൻഡ് കൺട്രോളിൽ എടുത്തു വന്ന് ക്യാറ്റ് വുമണിനോട് പറഞ്ഞ ഗ്രോഡ് മറ്റ് ചില കാര്യങ്ങളും ക്യാറ്റ് വുമണിനോട് പറയുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഈ സൂപ്പർ വില്ലന്മാരെ മാനിപ്പുലേറ്റ് ചെയ്തതും അവരെ കൊണ്ട് ഈ റോബോട്ടിക് കൊട്ടാരങ്ങളും മറ്റും ഉണ്ടാക്കിപ്പിച്ചത് താനാണെന്നും അവരെല്ലാം തൻ്റെ കളിപ്പാവകൾ മാത്രമായിരുന്നുവെന്നും മാത്രമല്ല നമ്മളാരും ഇനി ഫ്യൂച്ചറിലേക്ക് തിരിച്ചു പോകില്ല എന്നും താൻ ഈ രാജ്യത്തെ മുഴുവൻ കീഴടക്കി ഇതൊരു കുരങ്ങന്മാരുടെ രാജ്യമാക്കി മാറ്റുമെന്നും അങ്ങനെ ലോകത്തെ മുഴുവൻ താൻ കീഴടക്കുമെന്നും ഗ്രോഡ് ക്യാറ്റ് വുമണിനോട് പറയുന്നു. പക്ഷേ പെട്ടെന്ന് ഗ്രോഡും ക്യാറ്റ് വുമണും നിൽക്കുന്നിടത്തേക്ക് ഒരു ബോൾ പോലത്തെ എന്തോ സാധനം വന്ന് വീഴുകയും അതിൽ നിന്ന് എന്തോ പ്രത്യേക ഗ്യാസ് പുറത്തേക്ക് വരികയും ചെയ്യുകയാണ്. ഇപ്പോൾ ഗ്യാസ് മൂക്കിൽ കയറിയതും അപ്പോൾ തന്നെ ക്യാറ്റ് വുമണും ഗ്രോഡും ശരീരം പാരലൈസായി അനങ്ങാൻ പറ്റാതെ താഴോട്ട് വീഴുകയാണ്. ഇപ്പോൾ ഇതെല്ലാം ചെയ്തത് മറ്റാരുമല്ല, നമ്മുടെ ജോക്കറും ഹാർലി ക്വീനുമാണ്. അവരിപ്പോൾ ഒരു എയർ ബലൂണിൽ കയറിയാണ് അവിടെ വന്നിരിക്കുന്നത്. ശരിക്കും അന്നത്തെ പൊട്ടിത്തെറിക്ക് ശേഷം ജോക്കറിൻ്റെയും ഹാർലി ക്വീൻ്റെയും ഓർമ്മയൊന്നും നഷ്ടപ്പെട്ടിരുന്നില്ല. അവർ ബാറ്റ്മാൻ്റെയും റെഡ് ഹുഡിൻ്റെയും മുന്നിൽ അഭിനയിക്കുകയായിരുന്നു. ഇപ്പോൾ ഹാർലി ക്വീനെയും ജോക്കറിനെയും കണ്ടതും നമ്മുടെ ബാറ്റ്മാൻ ഞെട്ടിപ്പോവുകയാണ്.